ഹലോ. എന്തൊക്കെയുണ്ട്? എന്തെന്ന്? എന്തെന്നാ? ഞാനിങ്ങ് വന്നിട്ടല്ലേ ഉള്ളത്. നീ നീ ഓർമ്മയായിരിക്കുമല്ലേ എന്റെ വീട്ടിലെ ഞാൻ നീ വന്നത്. എന്റെ ഓർമ്മയില് നീ അങ്ങ് നിന്റെ വീട്ടിലേനും ഉള്ളു. ഞാൻ വിചാരിച്ച് അടുത്ത ഒരു ചാൻസ് റെഡി ആയിട്ട് വിളിക്കുന്നതാ വിചാരിച്ച്. പിന്നെ ചാൻസാ ഒരു ദിവസം കഴിഞ്ഞില്ലേ? മിഞ്ഞാന്നല്ലേനുവാ? അല്ല അല്ല അപ്പൊ എന്തുണ്ട് ഇതിന്റെ കെട്ടിയോൻ മേയുമായിരിക്കും പറഞ്ഞ മേഞ്ഞാ? അതെല്ലാം മീനി ഞാൻ വിചാരിച്ച പോലെയും നല്ല കേട്ടാങ്ങീര്. സൂപ്പർ ആക്കിയിട്ടുണ്ടാവൂല്ലേ? അത് കൊറേ അത് കൊറേ ദിവസമായോണ്ടായിരിക്കും കേട്ടാ. അയാള് മാറി വരുന്നുണ്ട് കേട്ടാ. മാറി വരുന്നുണ്ടാ? അതെന്ത്? എന്റെ ആവശ്യമുണ്ടോന്ന് എനിക്കറിയില്ല. അയ്യോ, അതെന്താ? മാറിയ പിന്നെ ഇല്ലെങ്കിലാ? എല്ലാ മാറാൻ മാത്രം നീ എങ്ങോട്ട് കയറി പഠിപ്പിച്ചതാണോ? ഞാൻ പഠിപ്പിച്ചൊന്നുമില്ല. എനിക്ക് ബലമായ സംശയം. ഞാൻ നിന്നെ പഠിപ്പിക്കുന്നല്ല, നീ അവിടെ പോയി പഠിപ്പിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടാ. അങ്ങനെയാണോ? അതൊന്നുമല്ല. ഇപ്രാവശ്യം എന്തോ നല്ല ഒരു സ്വഭാവം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് 2 ആഴ്ചയായില്ലേ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ എത്ര ദിവസം എന്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെന്താ? അല്ല എന്നാ പിന്നെ ഞാൻ വേറൊരു സംശയം പറയട്ടെ. അയാൾക്ക് പുറത്ത് വേറെ എന്തെങ്കിലും കടപാടുണ്ടോ? ഓഫീസെല്ലാം പോയിട്ടാകുമ്പോ അത് കിട്ടാതെ അയച്ചാന്നോ? ഒന്നുമില്ല, അങ്ങനത്തെ മനുഷ്യനൊന്നുമില്ല കേട്ടാ. അല്ല, ഇത്രയും കാലായിട്ട് നീ ഈ ഒരു കാര്യത്തിൽ നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ. സത്യം പോലെ പറയണ്ടേ? അത് പറയണം. എന്നോട് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് പേടിയായിരിക്കുമല്ലേ? നമ്മക്ക് ആകെപ്പാടുള്ളൊരു കഞ്ഞിയാന്ന്, അതും പോവാന്ന് പറഞ്ഞാൽ മോശമല്ലേ? നേരെ നന്നായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനിയാണ് ഒഴിവാക്കും. വെറുതെ കുത്തി നോവിക്കല്ല. നീ എന്നാ ചെയ്യാന്ന് എനിക്കൊന്ന് കാണണല്ലോ. ഞാനെന്ത് ചെയ്യാന്? ഞാന് ആരും കാണാണ്ട് ഇപ്പുറത്തെ സൈഡില് ഞാനവിടെ വന്ന് നിൽക്കും. പിന്നെ നിന്നെക്കാളും നല്ല ഇതിലാണ്. എല്ലാ മോളെ, അപ്പൊ അയാൾക്കെന്നാ പറ്റി? എന്നാ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. എന്നോട് നല്ല സ്വഭാവമായിരുന്നു. മനസ്സിലായിട്ട് നടന്നു. അയാള് വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ? അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഇവരെ പറഞ്ഞു കേട്ടില്ല, എന്നാലും ഞാൻ പറയാ. എല്ലാം ഇത്രയും കാലമായിട്ട് ഞാൻ ചോദിക്കുന്നത്, ശരിക്ക് ഞാൻ ഉള്ള പോലെ തന്നെ എല്ലാ ഇതിലും എനിക്ക് തൃപ്തി കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം അതെ. നിന്നെക്കാളും കുറച്ചും കൂടി നല്ലതായിരുന്നു സംശയമുണ്ട്. പറയല്ലേ, നീ എന്നെ ഇളക്കുന്നില്ലേ? എനിക്ക് മാത്രല്ല എല്ലാം അറിയുക. നീ എന്നെ ഇളക്കുന്നല്ലേ? ഒന്ന് എന്നെ ഇളക്കിയൊന്നുമല്ല. അതെല്ലാം ഒരു ദിവസം ഉണ്ടാവും. നോക്കാലോ. ഇനി അയാള് ഒരു മാസത്തേക്ക് അനങ്ങൂല. അതെന്താ? ഞാൻ അനക്കിയാലോ? നീ അനക്കിയാലോ? അത് അനങ്ങണ്ടേ? അതല്ല അനങ്ങും മോനെ. ആ ലെവലായ? ആ ലെവലിലാകാൻ ഇനി കുറച്ച് സമയം വേണ്ടു. അത് അങ്ങനെ വരാൻ സാധ്യതയില്ല കേട്ടാ. ഉണ്ട്. ഞാനില്ലേ അങ്ങനെ മുമ്പിൽ നല്ലൊരു ഡ്രസ് ഇട്ടിട്ടങ്ങ് നിന്നേ. അതേതാ ഡ്രസ്? ഞാൻ കാണാതെ.
ആ അതുണ്ട്. എനിക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അതെന്താ? അത് കുറച്ച് പുതിയതാണ്. എന്നാലും അതിപ്പോ നിന്റെ വെച്ച് എനക്ക് അങ്ങ് വരുമ്പോ ഇട്ടിട്ട് വരാൻ പറ്റൂലല്ലോ. എന്നാലും ഞാൻ അധികം വരുമ്പോ നീ ഇട്ടിട്ട് കാണില്ലല്ലോ. ഇല്ല, പുതിയതാണ്. നീ അത് പറഞ്ഞിട്ടുമില്ല. ഞാൻ ഇപ്പം പറഞ്ഞില്ലേ. പറയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയില്ലല്ലോ. ഇപ്പം പറഞ്ഞു. അല്ല, ആ ഡ്രസ്സിനൊന്നും ഇത്ര പ്രത്യേകത. അതെല്ലാം ഉണ്ട്. നല്ല നല്ല നീരെ പോലത്തെ തുണിയാ. ശരിയല്ല, ഞാൻ ചോദിക്കുന്നത് ഇനി അയാൾക്ക് എന്നെടിയും പോവാനുണ്ടാ? എന്തിനാ? ഞാനൊരു ദിവസം അങ്ങോട്ട് വന്നാലോ ആ ഡ്രസ്സ് കാണാൻ? ഇനി അങ്ങനെ എവിടേക്ക് പോയാലല്ലേ? അല്ല, ടൂറിന് പോണെന്നെല്ലാം പറയുന്ന കേട്ടിനി. അതെ, എപ്പാന്നൊന്നും അറിയില്ല. എന്നാ വേഗം തന്നെ ആ കാലം കൊണ്ടോണ്ട് ടൂറിന് പോകാൻ പറ. ഡ്രസ് കാണാനാണോ അതോ എന്നെ കാണാനാണോ? ഡ്രസ് കാണാനല്ല, ഡ്രസ് ഉടുത്തിട്ട് നിന്നെ കാണാനല്ലേ. ഓരോന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ഇങ്ങനെ അങ്ങനെ തന്നെയാണ് നിർത്തിക്കണം കേട്ടാ. മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ രാത്രി. ഉറങ്ങണ്ട. എനിക്കത് പറഞ്ഞാ മതിയല്ലോ ഉറങ്ങണ്ട. എനിക്കത് പറഞ്ഞാ മതിയല്ലോ ഉറങ്ങണ്ട. അങ്ങനെ ഉറക്ക് എന്നിട്ട് നീ ഉറങ്ങും. അതിനെ ഉറക്കിയിട്ട് നീ ഉറങ്ങും. ഉറങ്ങണ്ടെങ്കിൽ നീ വരണ്ടേ? കുറച്ച് പാലെല്ലാം കൊടുത്തിട്ട് വേണ്ടേ ഉറക്കണ്ടെങ്കിൽ? പാല് നിന്റെ അടുത്തല്ലേ ഉള്ളു, നീയല്ലേ പാൽക്കുപ്പി. നീ കിടന്ന് സംഘടിപ്പിച്ച പോറ. അത് ശരി, ഇപ്പൊ അങ്ങനെയായല്ലേ. ഒന്നും നമ്പാൻ പാടില്ല. അതെ, ഇത് വീട്ടിൽ നിന്ന് ഇല്ലാണ്ടിരിക്കുമ്പോണല്ലോ പുറത്തു പോകുന്നത്. വീട്ടിൽ നിന്ന് ഇല്ലാണ്ടിരിക്കുമ്പോ ഒന്നും അല്ല പുറത്തു പോകുന്നത്. പിന്നെ അമ്മ അത് എനിക്കറിയില്ല, നീ അങ്ങേരോട് ചോദിച്ചോക്ക്. ഇത്രയും കാലം സംഭവിച്ചത് കിട്ടുമ്പോ പിന്നെ പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്രയും കാലം അന്നേരം കിട്ടില്ല. അത് ശരി. അപ്പൊ പുറത്തു പോകേണ്ട ആവശ്യം വന്ന് പോയി. എന്നാലും ഇടക്ക് ഒന്ന് ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ? നീ കുറച്ച് പെടും മോനെ. നീ ആളെ ബേജാറാക്കല്ലേ. കുറച്ച് ബേജാറ് നല്ലതാ. ഞാൻ മിഞ്ഞാത്തെ കൂടാരത്തിന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ദിവസം തള്ളി നീക്കി. അല്ല, ഒരു ദിവസം തള്ളി നീക്കി നീ വിളിക്കുന്ന കാണുന്നില്ല. ഇപ്പൊ വിളിച്ചാലും ഞാൻ ദിവസം കൂടാരം തന്നെയാ, അല്ലെങ്കിൽ വീട്ടിലോ ആശുപത്രിയിലോ ഏതെങ്കിലും സ്വപ്നം കണ്ടിട്ട് അങ്ങനെ കിടക്ക്. തനിയെ ഉറങ്ങും. സ്വപ്നം കണ്ടിട്ട് കിടന്നിട്ട് എന്താ കാര്യം? കാര്യമുണ്ടല്ലോ. നീ വിളിക്കുന്ന ഞാൻ നിന്റെ കോള് കണ്ടത് ഞാൻ വിചാരിച്ച് അടിച്ച് മോനെ ഓർഡർ ചെയ്യുന്നു. എന്നാ പിന്നെ ഇനി കോള് അങ്ങനെ വിളിക്കും. പിന്നെ അയ്യോ, വിളിക്കാണ്ടിരിക്കല്ല. വിളിക്കുമ്പോ വേഗം തന്നെ റെഡിയാക്കാനായിരിക്കും. ശരിയാക്കാനുള്ളൊരു വിളിയും കൂടി വിളിക്കണം എന്ന് പറയാനേ ഉള്ളൂ. നീയല്ലേ എന്നെ പറ്റിക്കല്. ആടെ റൂമുണ്ട്, ഈടെ റൂമുണ്ട്, എന്റെ മറ്റേ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മിഞ്ഞാന്ന് ഞാൻ നിന്നെ നല്ല അടിപൊളി സ്ഥലത്ത് കൊണ്ടുപോയില്ലേ? അത് നല്ല സ്ഥലം തന്നെ. ഇനിയും അതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടാവും. കുറച്ച് ദൂരം അധികല്ലേ. പിന്നെ അടുത്ത് എവിടെയെങ്കിലും ആക്കി കഴിഞ്ഞാൽ പിന്നെ നീ എനിക്ക് വരാനും എനിക്ക് എന്നൊരു ഇങ്ങോട്ട് വരാനും പോകാനും എല്ലാം പണിയാ. അല്ല, അധികം അടുത്താകുമ്പോ പരിചയക്കാരിലുണ്ടായാലും പ്രശ്നല്ലേ. അതിന് ഈ പറയണ്ട കുറ്റിക്കാ ഇതൊന്നല്ലല്ലോ പറയുന്നത്. ഏത്
റൂമല്ലേ പറയുന്നു. അതെ റൂം തന്നെ. എന്നാലും ഞാന് ഇപ്പൊ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്ട് അടുത്ത് തന്നെയാണ്, കുഴപ്പമില്ല. ഇത് കിട്ടിയോ? അതൊക്കെ കിട്ടും. അറിയില്ലാണ്ട് ഇത് കിട്ടിയിട്ട് കാണുന്നില്ലല്ലോ മോളെ. അടുത്ത നീ ഓക്കേ എന്ന് പറഞ്ഞ അപ്പ റെഡിയാണ്. റെഡി ആക്കിയിട്ട് ഞാൻ ഓക്കെ പറയാം. റെഡി ആക്കണം. അതേ പറ്റും. അല്ലേ പിന്നെ ഞാൻ റെഡിയാക്കും, നീയും റെഡി ആക്കണം. അല്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് കിട്ടുന്നീ തോന്നിട്ടേ ഞാൻ വേണ്ട വേണ്ട വേണ്ട. അവിടുന്ന് കിട്ടുന്ന മോശമായിരിക്കും. ഞാൻ നല്ലത് തരും. അത്ര മോശമൊന്നുമല്ലാട്ടാ. ഇപ്പൊ അതായല്ലേ നല്ലത്. എന്തോ ആട്ട്. നീ അടുത്ത സെറ്റാക്കിട്ട് ഒന്ന് വിളിക്കുക കേട്ടാ. ഓക്കെ, വേഗം സെറ്റ് ആക്കേട്ടാ. അത് റെഡിയല്ലേ? അപ്പൊ കൈവിട്ടിട്ടില്ലല്ലേ? അത് നോക്കാം. സെറ്റ് ആക്കൂല്ലോ നോക്കട്ടെ, എന്നിട്ടല്ലേ കൈവിടല്. ശരി, അങ്ങനെ വിടാനും പറ്റൂലല്ലോ. ശരി.